അയ്യപ്പേട്ട, നിയമസഭാ ഇലക്ഷന് ഇനി കേവലം 2.5 മാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 തവണയും LDF നയിച്ചത് ടീം ക്യാപ്റ്റൻ ജനനായകൻ എന്നൊക്കെ വിശേഷങ്ങളുള്ള സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇനി മൂന്നാമതും പിണറായി നയിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. പിണറായി വിശുദ്ധനാവുകയാണോ അതോ പുണ്യാളനാവുകയാണോ? തുഫേൽ പറഞ്ഞ പോലെ ഇനി അടുത്ത അദ്ദേഹത്തിന് വരുന്ന പേര് പരിശുദ്ധൻ പിണറായി എന്നായിരിക്കും. സെയിൻ പിണറായി വിജയൻ. അതെ, പരിശുദ്ധൻ പിണറായി എന്തുകൊണ്ട് വരുന്നു തുഫേൽ ചോദിച്ചില്ലല്ലോ. പരിശുദ്ധൻ പിണറായി എന്ന് വരാൻ പോകുന്നത് ഈ പാർട്ടി അദ്ദേഹത്തിന് അടുത്ത നൽകാൻ പോകുന്ന ഒരു ചാർത്തൽ പരിവേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അവർ പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ജില്ലയിലെ വലിയൊരു നേതാവ് പത്മകുമാറിനെ ഞങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ പിടിച്ചകത്താക്കി. വേറെ ഏതെങ്കിലും പാർട്ടി അത് ചെയ്യും? വാസു എന്ന് നിങ്ങൾ പറഞ്ഞു വാസു പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ്, എന്നിട്ട് ഞങ്ങൾ പിടിച്ചകത്താക്കിയില്ലേ? അപ്പോൾ പിണറായി വിജയന്റെ ഇരട്ട ചങ്കാണ്. അപ്പോൾ പിണറായി വിജയൻ ആദ്യം അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന രീതിയിൽ പത്മകുമാർ. രണ്ടാമത് വെറും പത്മകുമാറല്ല, പാർട്ടിയുടെ സമുന്നതമായ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അതെ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പത്തനംതിട്ടയിൽ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പൊ അതിലൂടെ പാർട്ടിക്കൊരു ഇമേജ് ഉണ്ടായിരിക്കുകയാണ്. പാർട്ടിക്കുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഈ പറയുന്ന തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവരുടെ അണികളും അല്ലെങ്കിൽ അവരുടെ നേതാക്കളും, അതായത് യഥാർത്ഥ അണികളല്ല, പിണറായി പക്ഷത്ത് നിൽക്കുന്ന, പിണറായിക്ക് വേണ്ടി സ്തുതി പാടിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞോളൂ. അല്ല, അത് മാത്രമല്ല അവർ പറയുകയും ചെയ്യാൻ ഞങ്ങളുടെ പോലീസ്, അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പോലീസ് മുൻമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയും തിരുവനന്തപുരം ജില്ലയിലെ സമുന്നതനായ നേതാവായ കടകംപള്ളി സുരേന്ദ്രനെ മണിക്കൂറുകളോളം ചോദ്യമുനയിൽ നിർത്തി ഞങ്ങളുടെ പോലീസ്. പക്ഷെ അതിൽ നമ്മൾ നോട്ട് ദ പോയിന്റ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നുള്ള കാര്യം മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെ SIT ഇപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും SITയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പോലീസിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും അവർക്കറിയാം. കാര്യം P ശശി എന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തിളങ്ങുന്ന കഷണ്ടിത്തലയുള്ള, അതായത് അദ്ദേഹത്തിന്റെ കഷണ്ടിത്തലയും അദ്ദേഹത്തിന്റെ ആ മുഖവും തിളങ്ങും, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട P ശശിയാണ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട P ശശിയുടെ നിർദ്ദേശപ്രകാരമല്ല കോടതി SITയെ നിർണയിച്ചത്. അങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പറ്റിയെന്ന് പറഞ്ഞാൽ സംഗതി കുഞ്ചന്റെ തഞ്ചിലായി എന്നൊരു പഴഞ്ചൊല്ല് പറയും. അതിൽ കുഞ്ചന്റെ തഞ്ചിലായ സംഗതിയാണ്. ഈ പറയുന്ന ശശിധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനല്ലേ അവരുടെ ഈ പറയുന്ന SITയിലെ മേൽനോട്ടത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന മനുഷ്യൻ. അപ്പോ അവരൊന്ന് അറച്ചു. SIT ആണെങ്കിലും ഹൈക്കോടതി ഇടപെടുന്നെങ്കിലും ഈ പാവം പോലീസ് ഉദ്യോഗസ്ഥരൊന്ന് അറച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയം ചോദിക്കുകയാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആധികാരികമായി ആ വിഷയം A to Z പഠിച്ച വ്യക്തിയാണ് അയ്യപ്പേട്ടൻ. ഞാൻ കൂടുതൽ ഇവിടെ നമ്മൾ ഏതാണ്ട് എല്ലാവരും ഇത് ഒരുപാട് വീഡിയോ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഏതാണ്ട് എല്ലാ മറ്റ് യൂട്യൂബ് ചാനലുകാരും ഇത് നന്നായിട്ട്, നമ്മുടെ ഇവിടെ പ്രദീപ് എന്ന് പറഞ്ഞ നമ്മുടെ തന്നെ ഒരു സുഹൃത്തുണ്ട് ചാനല്, നമ്മളെ പോലെ ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഇത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചതേ, അപ്പൊ SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും പല സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അത് എത്രത്തോളം വാസ്തവമാണ്? അതായത് തുഫേൽ, ഇതിനകത്ത് നമ്മൾ കാര്യത്തിലേക്ക് തന്നെ വരാം. വിശുദ്ധൻ പിണറായി എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം വന്നപ്പോൾ ഈ ബാക്കിയെല്ലാം ഈ SIT അന്വേഷണ സംഘത്തെ കോടതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവരുടെ ഒരു പിടി ഇടയ്ക്കിടയ്ക്ക് SITയിൽ ഉണ്ടെന്ന കാര്യം കോടതിക്ക് മനസ്സിലായി. അങ്ങനെ കോടതിയുടെ കർശന നിർദ്ദേശം വന്നപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഇപ്പൊ തന്ത്രിയെ ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചു. അപ്പോൾ തന്നെ ഇവിടെ മനസ്സിലായി തന്ത്രി ഇതിൽ കള്ളനാണെന്നുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. അവിടെയാണ് ഇവർ വിശുദ്ധനാക്കുന്നത് അദ്ദേഹത്തിനെ. തന്ത്രിയെ നിഷ്കരണം അറസ്റ്റ് ചെയ്യാൻ പിണറായി ഓർഡർ ഇട്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ അങ്ങനെ ചെയ്യൂ. അതിൽ പിണറായി അങ്ങനെ ഒരുപാട് മിടുക്കനാണെന്ന് പറയണ്ട. അദ്ദേഹം ഒന്നുമല്ലെങ്കിലും മരണം വരെയും തള്ളി പറഞ്ഞിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ ശിഷ്യത്വം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ശിഷ്യത്വത്തിൻ്റെ മഹിമയാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലാതെ വേറെ ഒന്നുമല്ല.
അപ്പൊ അത്തരത്തിൽ തന്ത്രിയെ പിടിച്ചത് കൊണ്ടും തുടർന്ന് ഇങ്ങോട്ട് ആരെല്ലാം അറസ്റ്റ് ചെയ്തോ അത് ചെയ്യേണ്ടി വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണ് കമ്മ്യൂണിസ്റ്റുകാരനും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിലുള്ളത് എന്ന് സമൂഹം ചോദിക്കുന്നുണ്ട്. അതിൽ വലിയ ക്രെഡിബിലിറ്റി എന്നും ഇവർ വിശുദ്ധ പദവി എന്നും കൊടുക്കണ്ട. അല്ല, ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ല ഞാൻ ചോദിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് കുറെ സംശയങ്ങൾ വരുന്നുണ്ടല്ലോ. പറഞ്ഞോളൂ, എന്തൊക്കെയാണ് സംശയങ്ങൾ? അല്ല, ഞാൻ ചോദിച്ചതേ, നമുക്കറിയാം ഇപ്പൊ പത്മകുമാർ അറസ്റ്റിലായി. സോറി, ഇപ്പൊ 2 മാസത്തിലധികമായിട്ട് ജയിലിലാണ്. അതെ. വാസു 2 മാസമായിട്ട് ജയിലിലാണ്. അതെ. ഇന്നിപ്പോ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചു കഴിഞ്ഞു. ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞു. അതിനർത്ഥം വീണ്ടും ജയിലിൽ ഒരു പത്മകുമാർ അറസ്റ്റിലായ സമയത്ത് പറഞ്ഞത് ദൈവതുല്യം എന്താണ്? ആയിക്കോട്ടെ, അതൊരു നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ദൈവതുല്യരായി കാണുന്ന പലരും എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് അവിടെ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നറിയോ, പൂട്ട് വീഴുമ്പോൾ ഞാൻ മാത്രമല്ല. അല്ല, ഞാൻ അറിയ പോലെ മറ്റുള്ളവരെ നാറ്റിക്കണം എന്നുള്ള ഒരു ചിന്ത പത്മകുമാർ മനസ്സിലുണ്ടാവില്ല. നാറ്റിക്കണം എന്നല്ല, എന്നെ പൂട്ടിയ പോലെ മറ്റുള്ളവരെ ഞാൻ മാത്രമല്ല കട്ടത്, വേറെയും കുറെ പേര് കട്ടിട്ടുണ്ട്. അത് തന്നെയാണ്, ഞാൻ പോയാൽ എന്റെ കൂടെ ഞാൻ അവരെ എല്ലാം കൊണ്ടുപോകും. അതാണല്ലോ പുള്ളി പറയാതെ പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ പോലെ കണ്ടത് തന്ത്രി തന്നെയാണ്. ഇവിടെ ഈ പറയുന്ന RSS തന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നില്ലല്ലോ. ഇവിടെ ആകെ പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. രാജീവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് റിമാൻഡല്ലേ അദ്ദേഹം? അതേ, റിമാൻഡിലാണ്. അപ്പൊ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവരത് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തുഫേലെ. അല്ലാതെ അവർക്കൊന്നും ഒരു ആത്മാർത്ഥതയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തില്ല. പൊളിറ്റിക്കൽ ഗെയിം, അതൊരു ഗെയിമാണ്, നല്ല A ക്ലാസ് ഗെയിമാണ്. കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. BJPക്ക് RSSന് വ്യക്തമായ അജണ്ട ഈ കാര്യത്തിലുണ്ട്. കാര്യം അവർക്ക് ഈ പറയുന്ന പോലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ, അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും, അതറിയാലോ. അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയും. അതുപോലെ ഇവിടെ പുര കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ വന്ന് അവർ ചെയ്യാനുള്ള ചെയ്തോളും. ഞാൻ RSSനെ BJPയെ കുറ്റം പറയുന്നതല്ല. ഇവിടെ കത്തിച്ചത് CPM തന്നെയാണ്. ഇത് കത്തിച്ചത് CPM തന്നെയാണ്. കാര്യം അവരെ ഈ പറയുന്ന തദ്ദേശ ഇലക്ഷന് മുമ്പ് OTA KTA സ്വർണം കെട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. ഈ സ്വർണം കെട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. തുഫേൽ ഒരു കാര്യം അറിയാമോ? തുഫേലിൽ നിന്ന് കേൾക്കണം. തുഫേല് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാരുള്ളത് ഈ പറയുന്ന കണക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലും CPIയിലുമാണ്. ഏറ്റവും കൂടുതൽ പാർട്ടിക്കാർ സഖാക്കളാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്. അത് നിങ്ങൾക്കറിയും. അവിടെയാണ് സഖാക്കളാണ് കട്ടതെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ യഥാർത്ഥ ഭക്തന്മാർ വെറുതെ ആയിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? അവർക്ക് നോവും. കാര്യം അവർ തന്നെ വളർത്തി വലുതാക്കിയ ഈ പ്രസ്ഥാനത്തിലുള്ള ഈ ചുമ്മാ തലപ്പൊക്കമുള്ള നേതാവ് ആവില്ല. പിന്നെ തുഫേലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടിയല്ല, ഇനി ഏത് പാർട്ടി ആയാലും ഒരാൾ തലപ്പൊക്കമുള്ള ഒരു നേതാവാകുന്നത് ഇന്ന് വൈകുന്നേരം നേരെ ഇരുട്ടി നാളെ നേരം വെളുത്തല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയൊരു പാർട്ടിയില് അവരുടെ ജില്ലാ ഘടകത്തിലെ ഒരു വലിയ നേതാവ് ജയിലിലായിരിക്കുന്നു. ജയിലിലാകേണ്ടി വന്നതുകൊണ്ട് ജയിലിലായി, അല്ലാതെ മഹാൻ പിണറായി ആയതുകൊണ്ടല്ല. ഇവരെ ഇലക്ഷൻ അടുത്ത് പറയാൻ പോകുന്നത് അങ്ങനെയാണ്. മഹാനായ പിണറായി അദ്ദേഹത്തിനെ അകത്താക്കി, പിന്നെ തന്ത്രിയെ പിടിച്ചകത്താക്കി. അതൊരു പോയിന്റാണ്. കാര്യം തന്ത്രിയെ തൊടാൻ ഇത്തിരി ഒന്ന് പേടിക്കും. അതിനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ടേ കഴിയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ പൊക്കി പറയണതൊന്നുമല്ല. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റു പാർട്ടിക്കാരനുമായി വ്യത്യസ്തരാകുന്ന. മറ്റു പാർട്ടിക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവര് വെട്ടിക്കൊണ്ട് പോണവര് തന്നെ, നിങ്ങളെല്ലാം കുറ്റം പറഞ്ഞവരല്ലേ, പിന്നെ നിങ്ങൾ അവരും തമ്മിൽ വ്യത്യാസം എന്തോന്ന്? അതുകൊണ്ട് തന്ത്രിയെ പിടിച്ചു. അതിലും ഒരു വൻ രാഷ്ട്രീയമുണ്ട്. തന്ത്രിയെ പിടിച്ചതിൽ ഇനി എന്തൊക്കെ ചാർത്തലുകളാണ് തന്ത്രിയുടെ പേരിൽ ചാർത്താൻ പോകുന്നതെന്ന് പറയുന്നത്. തന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഈ തന്ത്രിയാണ് ഇവർ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് ശ്രമിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു, ഇവിടെ പെണ്ണുങ്ങളെ കേട്ടില്ല, ഞാനിവിടെ പുണ്യാഹം തളിക്കും, ഇവരെ കേറ്റാൻ സമ്മതിക്കത്തില്ല, ഞാനത് ഇടപെടും എന്ന് ഈ ക്ഷേത്രത്തിന്റെ ഈ ശ്രീകോവിലിന്റെ അവകാശം തനിക്കാണെന്ന് എന്ന് പറഞ്ഞ ആ തന്ത്രിയെ നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ അന്ന് മൂലം ഇവർ നോട്ട് ചെയ്ത് വെച്ചതാണ് എന്ന് മറ്റൊരു വിമർശനവും കേൾക്കുന്നുണ്ട്. അത് ആയിക്കൂടുന്നില്ല. കാര്യം ശബരിമലയിലെ ഈ സ്ത്രീ പ്രവേശനം തന്നെ ആരുടെ ബ്രെയിനാണ്? CPMന്റെ ബ്രെയിനാണ്. അതിനാരാണ് ഏറ്റവും കൂടുതൽ കളിച്ചത് നിങ്ങൾക്കറിയാം? ബിന്ദുമണിനെയും പിന്നെ ഒരു വേറെ സ്ത്രീ ഈ കണ്ട ടീമുകളൊക്കെ അവിടെ കയറ്റി. അത് ഇവരുടെ ബുദ്ധിയായിരുന്നു. അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവർക്കെതിരാണ്. ഈ ഒരു അമ്പലം. അതുകൊണ്ടാണല്ലോ ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് നഷ്ടപ്പെട്ടത്. ആണല്ലോ. എന്നിട്ട് അവർ വീട് തോറും കയറി, അയ്യോ അന്ന് മരിച്ചുപോയ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് കണ്ട വീടുകളിലൊക്കെ വന്ന് പറ്റിപ്പോയെന്ന് പറഞ്ഞു. അതാണ് ഇവർക്ക് പറ്റണം. അവരത് ഇപ്പൊ വീടുകളിൽ കയറി ഇറങ്ങുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന രീതിയിൽ ഈ സ്ത്രീ പ്രവേശനം ഇവർ നടത്തി. അത് ആരുടെ ആവശ്യമായിരുന്നു?
ഒരു നവോത്ഥാന മുഖ്യമന്ത്രി എന്ന് ആകാൻ വേണ്ടിയാണോ ഇദ്ദേഹം പക്ഷെ അന്ന് സുപ്രീം കോടതിയിൽ വിധി കൂടി ഉണ്ടായ കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സുപ്രീം കോടതി വിധിയുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സുപ്രീം കോടതി വിധിയുള്ള വേറെ നമ്മൾ കോടതിയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കോടതിയെ സർവ്വബഹുമാനത്തോടെ പറയുക, അതൊരു പഴയ കാര്യമാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതിനേക്കാളും വലുതാണല്ലോ വിശ്വാസം. പറഞ്ഞു പോവുകയാണ്, ഇതിന്റെ കൂടെ മധ്യത്തിൽ പറഞ്ഞു പോവുക. അപ്പോ അന്ന് സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM-ഉം ഇതിന് ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന ആളാണ് ഈ വാസു. അറിയാമോ? എൻ വാസു. അതായത് 2006 PK VS സർക്കാരിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി. അത് പറയുമ്പോൾ അഡീഷണൽ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ പോയി നിരവധി കണ്ടിട്ടുണ്ട്. അവിടെ നിന്നോട്ടെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വാസുവിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഈ സംഭവം നടക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയാണ്, ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരുന്നു, സത്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്ന ഈ കടകംപള്ളി എൻ്റെ ഗ്രാമമാണ്. എന്നെ അറിയാവുന്ന നിരവധി പേർ അവിടെ കടകംപള്ളിയിൽ തന്നെയുണ്ട്. കടകംപള്ളി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമമാണ്. കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്ത് കടകംപള്ളി എന്ന ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നിരിക്കുന്നത്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേര് വന്നിരിക്കുന്നത് പറഞ്ഞാൽ മഹാൻ ആയതുകൊണ്ട് പേര് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്നത് അദ്ദേഹം ഒന്ന് മന്ത്രിയാണ്. അപ്പോൾ ഒന്ന് ഈ പറയുന്ന വിഷയം സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ അന്ന് ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ കണ്ഠര് രാജീവ് ഇവരെ എതിർത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. പിന്നെ നമ്മൾ ബാക്കി എല്ലാം ഓരോന്നോരോന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളെ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഇവരുടെ നടത്തിയിട്ടുണ്ട്. എന്താണ്? കൊടിമരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അജയ് തറയില് പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലിന്റെ മാത്രമല്ല, ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് ശബരിമലയുടെ മറവിൽ അഴിമതിയും മറ്റും ക്രമക്കേടുകളും നടന്നിട്ടുള്ളതായിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത്. അപ്പൊ അത് കേവലം LDF-ഓ CPM-ഓ മാത്രമല്ല പ്രതിക്കൂട്ടിൽ, UDF-ഉം പ്രതിക്കൂട്ടിലാണ്. തുഫേലെ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് ഈ 2 രാഷ്ട്രീയ പാർട്ടികളുമാണ്. അതെ. ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് അറിയാം അവിടെ എന്തുമാത്രം കൊടും പിന്നെ തട്ടിപ്പ്. എനിക്കത് പറയാൻ ഇനി വാക്കില്ല. 20 വർഷമല്ല. നമുക്ക് മാധ്യമ വാർത്തകൾ അങ്ങനെ അവർക്ക് ഇപ്പൊ പറയാൻ ഇപ്പൊ 20 വർഷം എന്നൊരു കണക്ക് പറയുന്നില്ലേ? ഇപ്പൊ ഈ പറയുന്ന സർവ്വ കള്ളത്തരങ്ങൾ പാവ അയ്യപ്പ ഭക്തർ നോക്കി നിന്നിട്ടുണ്ട്. ദൈവമേ, ഇവരൊക്കെ ഇത്രയും വെട്ടി തിന്നിട്ടും ഇവരൊക്കെ മതിയാവണില്ലേ എന്ന് നോക്കിയിട്ട് ആ ഇരിക്കുന്ന അയ്യപ്പന്റെ ശാസ്താവിനോട് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഈശ്വര യുവന്മാർ ചെയ്യുന്നത് യുവന്മാർക്ക് എന്തെന്ന് തന്നെ യുവന്മാർക്ക് അറിയില്ല. അത്ര കാട്ടുകള്ളന്മാരാ. അപ്പോൾ ഇത് ദൈവത്തിന് പോലും സഹിച്ചില്ല. സ്വന്തം ആ വിഗ്രഹത്തിനടുത്ത് ഇരിക്കുന്ന കട്ടളപ്പാളി ദാരുശില്പങ്ങളിലെ സ്വർണം. അപ്പോൾ ഈ പറയുന്ന പോലെ കുറുക്കന് കണ്ണ് കോഴിക്കൂട്ടി തന്നെ എന്ന് പറയുന്ന പോലെ, കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണ കീഴ്ശാന്തിയായിട്ട് അവിടെ വന്ന ഒരു വ്യക്തി പതിയെ അതായത് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, ഒട്ടകത്തിന് ഇടം കൊടുത്തെന്ന് പറയും. ഒട്ടകത്തിന് ഇടം കൊടുത്ത കഥ അറിയാമല്ലോ. ഒട്ടകം ഇടം വാങ്ങിച്ച് അവസാനം ഒട്ടകം എന്ത് ചെയ്യും? ആ ഇടം കൊടുത്തവനെ തള്ളി അങ്ങ് നീക്കും. അത് ഇതുമായിട്ട് യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പെരുക്കാലട്ട എന്ന് വേണമെങ്കിൽ പറയാം. പെരുക്കാലട്ട കുടിച്ച് ഈ കാലിൽ കടിക്കുമ്പോൾ കുടിച്ച് രക്തം കഴിയുമ്പോൾ പൊട്ടി സ്വയം ചത്തുപോകും. അതുപോലെ ഇവൻ ഊറ്റി കുടിക്കാതെ ഇവനെന്നെ ഇയാളെ പറയാൻ പറ്റുള്ളൂ. ആരെ? ഈ പോറ്റിയെ. അപ്പൊ ഈ പോറ്റി ആണ് ഇത് നശിപ്പിച്ചത് എന്നിരിക്കലേ. പോറ്റിയെ കേറ്റിയെ സ്വർണപ്പാളികൾ. എന്താ പാട്ട് ഒന്നും പറയാം? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ. അപ്പൊ ഈ സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് വന്നതിന്റെ അടുത്ത ദിവസം ആ പാട്ട് എഴുതിയവനെ അത് പാടിയവരെയൊക്കെ അവർ അറസ്റ്റ് ചെയ്യാൻ പോയി. അങ്ങനെ ഇവർക്കൊരു അസഹിഷ്ണുത ഉണ്ടായി. അപ്പൊ അത് ചാടിക്കേറി മണ്ടത്തരം കാണിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിക്കാൻ പോണം? അത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നറിയോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ തുഫേൽ ഒരു രാജാവാണ്. അയ്യപ്പദാസ് ഇവിടെയുള്ള ഒരു സാധാരണക്കാരനാണ്. തുഫേൽ എന്ന് പറയുന്ന രാജാവിനോട് എനിക്ക് രാജാവിനോട് നമുക്കൊരു ഭക്തി വേണം. പക്ഷെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നായാലും വിനയാവും. ഞാൻ പറയുന്നത് മനസ്സിലായി? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള രാജഭക്തി ഉള്ളവരാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആര് നാറി? CPM-കാര് നാറി. ഏതായാലും വിശുദ്ധനാക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ KP ശങ്കരദാസിനെ അവസാനം എങ്ങനെ അറസ്റ്റ് ചെയ്തത്? കോടതി ഇടപെട്ടിട്ട് തന്നെ അല്ലേ? അല്ലേ? പറഞ്ഞോളൂ. മുരാരി ബാബുവിനെ എങ്ങനെ അറസ്റ്റ് ചെയ്ത്? പറഞ്ഞോളൂ. അല്ല, ഈ അയ്യപ്പേട്ടന് തോന്നുന്നുണ്ടോ SITയുടെ അന്വേഷണം കറക്റ്റ് റൂട്ടിലൂടെ തന്നെയാണോ പോകുന്നത്? ഇപ്പൊ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്. കോടതി അത്ര കണ്ട് നിരീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ED ഇടപെട്ടത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ചോദിക്കാനുള്ള കംപ്ലീറ്റ് ചെയ്യട്ടെ. ED ഇന്നലെ 21 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടത്തി. രാവിലെ തുടങ്ങിയ റെയ്ഡ് മണിക്കൂറുകളോളം
ഈ പ്രതികളിൽ ഇതിൽ ആരോപണ വിധേയരായ ആൾക്കാരുടെ വീട്ടിലും പല കേന്ദ്രങ്ങളിലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലൊക്കെ മണിക്കൂറുകളോളം റെയ്ഡ് നിന്നു. ED എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ BJPയുടെ കീഴിലുള്ള, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ പൊളിറ്റിക്കൽ ഗെയിമോ എല്ലാം ഉണ്ടോ? അസ്വാഭാവികത ഒന്നുമില്ല. വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയാം. പക്ഷെ എങ്കിലും ഇന്നിപ്പോൾ വന്നിരിക്കുന്ന മെയിൻ വാർത്തകൾ ഇവരുടെയൊക്കെ ആസ്തിയെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ശബരിമലയെ കട്ട് തിന്നതിനെ കുറിച്ച്. ശബരിമലയിൽ ഈ മുരാരി ബാബുവിൻ്റെ വീട് എത്ര കോടി രൂപയുടെ വീടെന്നറിയോ? ഈ പറയുന്ന പോറ്റിക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നറിയോ? എവിടെയൊക്കെ ഭൂമി ഉണ്ടെന്നറിയോ? അയാൾ ശബരിമലയിലെ സ്പോൺസർ എന്നൊരു തസ്തിക ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ശബരിമലയിൽ. തുഫേലിനൊന്നും അറിയില്ല. തുഫേലെ അതാണ് പറഞ്ഞത്, ഒരു വശത്തുകൂടെ തുഫേൽ ചോദിച്ചതിന് ഉത്തരം, ഒരു വശത്തുകൂടെ ED അന്വേഷിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്ന് ഒരു വിശ്വാസി എന്ന രീതിയിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സോടെ ഞാൻ പറയുന്നു, അത് നല്ലത് തന്നെയാണ്, അങ്ങനെ നടക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ സംശയമുണ്ട് തുഫേലെ, ഉണ്ടായിപ്പോകുന്ന സംശയം. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം കൂടി ആഡും ചെയ്തോട്ടെ. നമുക്കറിയാലോ, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ നയതന്ത്ര ബാഗേജ്, ഉറാങ്കടത്ത്, സ്വർണ്ണക്കടത്ത്, സ്വപ്ന സുരേഷ്, ശിവശങ്കർ പോലുള്ള ഒരുപാട് വിഷയങ്ങൾ പൊങ്ങി വന്നു. കസ്റ്റംസിന്റെ അന്വേഷണങ്ങൾ. ആ സമയത്തും ED ഭയങ്കര കളിയാണ് കളിച്ചത്. അന്ന് ഈ ഇടതുപക്ഷ നേതാക്കൾ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പറഞ്ഞത് ED രാഷ്ട്രീയ പകപോക്കലാണ്, BJP രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നാണ് പറഞ്ഞത്. സ്വപ്ന സുരേഷിന്റെ വിഷയം, എല്ലാ വിഷയവും, നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്തിയ വിഷയം. ഞാൻ അതുകൊണ്ടാണ് ഇതിലും എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഞാൻ ചോദിച്ചത്. അത് ED അന്വേഷണം ഓരോ കേസിന്റെ ഓരോ രീതിയിലായിരിക്കും. ഇത് ശബരിമല എന്ന് പറയുന്ന അവരുടെ സെൻസേഷണൽ കേസാണ്. BJP സംബന്ധിച്ച് ശബരിമല അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുത്വ വികാരം, ശബരിമല ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ഹിന്ദുത്വ വികാരം. ഒരാൾ ഹിന്ദുവായിട്ട് ജനിച്ചാൽ അയാൾക്ക് അയ്യപ്പ സ്വാമിയോട് എത്ര ഇതുണ്ട് എന്നുള്ള കാര്യം അത് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഫ്ലോറിൽ നിന്ന് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ അത്ര കണ്ട് ഒരു വിശ്വാസം സാധാരണക്കാരുടെ ദൈവമാണ് ശ്രീ ധർമ്മശാസ്താവ്. അപ്പോൾ ഈ ശ്രീ ധർമ്മശാസ്താവിനെ ഇത്തരത്തിൽ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു ഗവൺമെന്റിന് കണ്ടെത്താൻ കഴിയുന്ന സാധനങ്ങൾ SIT കണ്ടെത്താൻ കഴിയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് SIT ഇപ്പോൾ പറയും ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളൊക്കെ കണ്ടെത്തി ഇരുന്നു എന്ന് പറയും. പക്ഷേ റെയ്ഡ് നടന്നപ്പോഴാണ് ആ രേഖകളെല്ലാം ED റെയ്ഡിലാണ് അതെല്ലാം പുറത്തു വന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കേരളത്തിലൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ മാധ്യമപ്രവർത്തകരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ഈ പറയുന്ന പോലെ ഒരു അല്പജ്ഞാനം വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഇടപെടുന്നത്. നമ്മൾ ഒരു അല്പജ്ഞാനത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ ആ കാര്യത്തിൽ അതൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ചില പത്രപ്രവർത്തകർക്കുണ്ട്. അത് ഞാൻ ഒരിക്കലും വിഷ്വൽ മീഡിയക്കാരെ കുറ്റം പറയുന്നതല്ല. ചില വിഷ്വൽ മീഡിയ രംഗത്ത് നിൽക്കുന്നവർക്കുണ്ട്. അവരിത് പഠിക്കും. കാര്യം ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED എന്താണ്, ED ഈ അന്വേഷണം നടത്തേണ്ടത് ഇപ്പോഴത്തെ ഒരു ആവശ്യം കൂടെയാണ്. ഈ സമയത്ത് അവർ കണ്ടെത്തിയത് ശരിയാണ്. സാമ്പത്തിക ഇടപാട് കണ്ടുപിടി. അപ്പൊ ഞെട്ടിയില്ലേ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് EDക്ക് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ അന്വേഷിക്കുന്നത് എത്തിച്ചേരാൻ ഈ അന്വേഷണത്തിന് ഒരുപാട് ഇതാണ്. കാര്യം ഇത് കള്ളന്മാരെന്ന് പറഞ്ഞാൽ വെറും കള്ളന്മാരല്ല, കട്ട് തിന്ന് ഇനി വിഗ്രഹം കൂടെ കൊണ്ടുപോയാൽ മാത്രം മതി. വിഗ്രഹത്തിലെ സ്വർണ്ണ ഒരു ഉപമയൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും എനിക്കൊരു ഉപമ പറയാനില്ല. കാരണം ഞാൻ അത്ര കണ്ട് നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണ്. ഞാൻ വികാരം കൊണ്ട് സംസാരിക്കുന്നതൊന്നുമല്ല. നമ്മളൊക്കെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇതെല്ലാം അതിൻ്റെ ഒരു വഴിയേ പോവുകയാണ്. ഒരു രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളല്ല ഇത് കട്ടത്. ആര്? CPM-കാർ മാത്രമല്ല കട്ടത്. KC വേണുഗോപാലാണ് പോറ്റിയെ കയറ്റിയത്. പറയുന്നുണ്ട്. ഇനി അവർ പറയാതെ പോകുന്ന പേര് VS ശിവകുമാറിന്റെ പേരുണ്ട്. വേറെ ഏതൊക്കെ ദേവസ്വം മന്ത്രിമാർ 20 കൊല്ലം കൊണ്ടുണ്ടായിരുന്നോ? അപ്പൊ 4 ഗവൺമെന്റിന്റെ മന്ത്രിമാരുണ്ട്. അതായത് AK ആന്റണി, എനിക്ക് എവിടെ മുതൽ എന്ന് എനിക്ക് കൃത്യമായി ഇപ്പൊ ഓർമ്മയില്ലാത്തതാണ്. അപ്പൊ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരുന്നു. ഇത് പറയുന്നത് 2000 ഇപ്പൊ നമുക്ക് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ പ്രകാരം 2006 മുതൽ 2026 VS സർക്കാരായിരുന്നല്ലോ. ആണല്ലോ. 2011 ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. പിന്നെ അടുത്ത ആരായിരുന്നു? പിന്നെ പിണറായി സർക്കാർ. അപ്പൊ മനസ്സിലായല്ലോ ഇത് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ദേവസ്വം ബോർഡിലെ ചെയർമാൻ ആരായിരുന്നു, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പോൾ ഇവരുടെ നീക്കം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, കോൺഗ്രസ്സുകാരും കട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ വിശുദ്ധൻ പിണറായി ഇതെല്ലാം അങ്ങനെ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു. താന്ത്രിയെ പൂട്ടി. ഇനി ഒരാളെ കൂടെ പൂട്ടി കഴിയുമ്പോൾ വിശുദ്ധ പരിവേഷത്തിന് ഭയങ്കരമായ നേട്ടം ഉണ്ടാവും. അത് കടകംപള്ളി സുരേന്ദ്രൻ. വാസ്തവന വരെ ചിലപ്പോൾ പൂട്ടുമെന്ന് പറയുന്നു, പ്രശാന്തിനെ വരെ പൂട്ടുമെന്ന് പറയുന്നു.
കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റോ മറ്റേ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ? എനിക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ പാർട്ടി സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രന് ഒരു വേള സുരേന്ദ്രനെ ചതിച്ച് ഈ പറയുന്ന രീതിയിൽ ഒരു ചതിവ് ഈ പറയുന്ന പോറ്റിയിൽ നിന്ന് കടകംപള്ളി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ വലിയ നേതാവ്, അല്ലാതെ ഇപ്പോൾ അല്പം മുമ്പ് പിയേഴ്സൺ സാർ പറഞ്ഞ പോലെ പാർട്ടിക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തൊരു നേതാവൊന്നുമല്ല. പിയേഴ്സൺ സാർ അല്പം മുമ്പ് പറഞ്ഞതാണ് കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ തിരുവനന്തപുരത്തെ ഒരു തലപ്പൊക്കമുള്ള നേതാവ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് അന്വേഷണം വരുമ്പോൾ ഈ പോറ്റിയുമായുള്ള അടുപ്പം അതാണ് ഇപ്പോൾ ഇനി SIT അന്വേഷണം കൂടുതൽ വ്യക്തമായി ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അദ്ദേഹം ഇത് കട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം, പോറ്റിയുടെ ചതിവിലൂടെ ഇദ്ദേഹം പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ക്ലാരിഫൈ. കാര്യം ഈ പോറ്റി A-ക്ലാസ് ചതിവ് ആണ് അവൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉറപ്പിക്കാൻ കഴിയില്ല അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളത്. കാര്യം അങ്ങനെയാണ് നമ്മുടെ പാർട്ടി സുഹൃത്തുക്കളൊക്കെ മനസ്സിലാവുകൾ വീഴും. അതെ, ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കും, ഇപ്പോഴത്തെ മന്ത്രി വാസവനെ ചോദ്യം ചെയ്യാൻ വിളിക്കും, ശേഷം ഈ പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇതിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പോറ്റിയുടെ സൗഹൃദമുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇനി ആ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്തോളൂ എന്നൊരു വാക്കാൽ പോലും പറഞ്ഞാലും, അല്ലെങ്കിൽ കടലാസ് എഴുതി ഒപ്പിട്ടിട്ടുണ്ടായില്ലെങ്കിലും വാക്കാൽ പറഞ്ഞാലും, കാര്യം അത്ര കണ്ട് പ്രലോഭനം ഈ പറയുന്ന പോറ്റി അദ്ദേഹത്തിനെ ചാക്കിടാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം പോറ്റി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയത്. ഒരു തവണയല്ല, എത്രയെങ്കിലും തവണ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കില്ല, സൗഹൃദം ബലപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. കാര്യം ഇങ്ങനെയുള്ള ചതിവ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞോട്ടെ. ഞാനൊരു പെരുങ്കള്ളനാണ് എന്നുണ്ടെങ്കിൽ തുഫേലിൽ നിന്ന് എനിക്കൊരു പേന അടിച്ചു മാറ്റണം. തുഫേലിൽ നല്ല അടിപൊളി, നമ്മളൊക്കെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു പേന ഭയങ്കര ക്രൈസ് ഉള്ളവരാണ്. തുഫേലിൽ ഒരു അടിപൊളി ഒരു പാർക്കർ പേനയുണ്ട്, ഇതെനിക്ക് അടിച്ചു മാറ്റണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ മാർഗങ്ങൾ നോക്കുമോ, തുഫേലിന് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന് നോക്കും. തുഫേലിന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ചായ കുടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ തുഫേൽ ചായ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. നമ്മൾ പോകുന്നു, അപ്പോൾ തുഫേലിന്റെ പേന ബുക്കിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. തുഫേൽ ഇങ്ങനെ ഇവിടുന്ന് എന്നോടൊപ്പം ഇറങ്ങി വരുന്നു. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊന്ന് മുള്ളണം എന്ന് പറയും. അപ്പോൾ തുഫേൽ ഇവിടുന്ന് ഇറങ്ങി താഴെ നിൽക്കുന്നു. തിരിച്ച് ഞാൻ കയറി പോയിട്ട് ആ പേന എടുത്ത് എൻ്റെ സേഫ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കുന്നു. ഇതേപോലെയുള്ള നമ്പറുകൾ ചെയ്യാൻ മിടുക്കനാണ് ഈ പറയുന്ന, ഞാൻ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഇതേപോലെയുള്ള നമ്പറുകൾ കാണിക്കാൻ മിടുക്കനായിട്ടുള്ള കാട്ടുകള്ളനായ കാട്ടുകോഴിയായ പരനാറിയായ ഈ പോറ്റി ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചാക്കിട്ട് സോപ്പിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയെ മുതലാക്കി, നമുക്ക് മനുഷ്യർക്കെല്ലാം ബലഹീനതയുണ്ട്, ഇപ്പൊ എനിക്കും ബലഹീനതയുണ്ട്, നിങ്ങൾക്കും ബലഹീനതയുണ്ട്, ആ ബലഹീനതയെ മുതലാക്കാൻ ശ്രമിച്ചുവോ, ആ ബലഹീനതയിലൂടെ എന്തെങ്കിലും ഇയാൾ ചെയ്തോ, ഇനി അതാണ് SIT അന്വേഷണത്തിന് കണ്ടെത്തേണ്ടത്. അപ്പോൾ പാർട്ടി ബലഹീനത ഉണ്ട് എന്നാണ് തെളിഞ്ഞ് അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിയിൽ ഒരു അംഗമെന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നൊരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടിയിലെ നേതാക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു പാർട്ടി അംഗം എന്ന രീതിയിൽ നമ്മൾ ചിലതൊക്കെ പാലിക്കണം. നമ്മളൊരു പാർട്ടി അംഗം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ആ ഒരു അംഗം ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവനോ, അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി വിശുദ്ധൻ എന്ന് ഇവർ എടുത്തെടുത്ത് പറയുന്നത്, പുണ്യാളൻ എന്നിവർ എടുത്തെടുത്ത് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ചാക്കിടാൻ പറ്റത്തില്ല. അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടോ, എൻ്റെ ആൾക്കാരെന്നും എന്നെ അറിയുന്നവരെന്നും പറഞ്ഞുകൊണ്ട് കാര്യം കാണാൻ വരുന്നവരുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹം ട്രാപ്പിൽ വീണോ? അദ്ദേഹം പോലും ട്രാപ്പിൽ വീണോ? ഈ കണ്ട ഈവന്റുകളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ളവരാണ് ചെയ്തിട്ടുള്ളത്. ഈ മലപ്പുറം പരാമർശം ഒരു ഈവന്റാണ്. അതാര്? പഴയ ഒരു MLA-യുടെ മകനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്, ആ ഈവന്റ് നടത്താൻ വന്നത്. ഈ നവകേരളം, ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പ്രലോഭനങ്ങളിൽ വീഴരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഈ നവകേരളം ഒരു ഈവന്റാണ്, അതിൽ അദ്ദേഹം വീണു. അപ്പോൾ ഇവരൊക്കെ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, ഈ കാട്ടിക്കൂട്ടിയതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ 2 തവണ CPM എന്ന് പറയുന്ന പാർട്ടി കേരളം ഭരിച്ചതോടുകൂടി ഇതാണ് CPM എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. കാര്യം ഇവർ ഈ പുറത്ത് കാണിക്കുന്നതല്ല അകത്തുള്ളത്. ഈ മുട്ട പൊളിച്ചാൽ, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് പറയും, ഇത് നമ്മൾ കാണുന്ന രൂപമല്ല, പൊളിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത്. ഈ പറയുന്ന പോലെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു കാമുകി, ഒരു ചെക്കനും പെണ്ണും കാമുകന്മാരാണ്. അപ്പോൾ ഈ ചെക്കന്റെ സൗന്ദര്യത്തിൽ ചെക്കനൊരു ഭയങ്കര പുറമെ കാണാൻ ഗ്ലാമർ, പിന്നെ അവന്റെ പോക്ക് വരവ് ഇതൊക്കെ കണ്ടപ്പോൾ ഈ പെണ്ണങ്ങ് ആകൃഷ്ടയായി കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് ഈ ഷർട്ടങ്ങ് ഊരിയിട്ട് കഴിയുമ്പോഴാണ് അവന്റെ ഈ ഭാഗത്തോട് നല്ല തേമലുണ്ട്, ഇവിടെ ഈ ഭാഗത്തൊരു തേമല്, ഇവിടെ വയറ്റിന്റെ താഴെ ഒരു തേമല്. ഇവളിങ്ങനെ അന്തം വിട്ട് നോക്കും, ചോദിക്കും, ചേട്ടാ ഇത് എന്തോന്ന് ചേട്ടൻ്റെ ഈ ദേഹത്ത് പറ്റിയിരിക്കുന്നത്? അപ്പോഴാണ് അവൻ പറയുന്നത്, ഇത് എൻ്റെ ദേഹത്തുള്ള ഒരു ചെറിയ പാടം, നീ വിഷമിക്കണ്ട. അപ്പോഴുള്ള ആലോചിക്കും, ദൈവമേ, ഈ വലിയ തേമലൊക്കെ പറ്റിയ ഒരുത്തനാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ തേമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പാടുകൾ. അതെ, ഞങ്ങൾ തിരുവനന്തപുരം ഭാഷയിൽ തേമൽ എന്നൊക്കെയാണ് പറയുന്നത്.
ഏതായാലും അത്തരത്തിൽ ചതിക്കപ്പെട്ടല്ലോ എന്ന് ഓക്കെ മനസ്സിലായി. ചതിക്കപ്പെട്ടല്ലോ, എന്റെ ജീവിതം കോഞ്ഞാട്ടയായല്ലോ എന്ന പോലെ കേരളത്തിലെ ജനങ്ങൾ ഇവരെ ധരിച്ചു. ഇവരെന്തോ ഭയങ്കര ഭരണ നൈപുണ്യമുള്ള ആൾക്കാരാണ്. കാര്യം കഴിഞ്ഞ കോവിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംരക്ഷിച്ചു, കിറ്റ് കൊടുത്തു, ഇവരെ സംരക്ഷിച്ചപ്പോൾ ജനങ്ങൾ ആ സംരക്ഷണത്തിന് വോട്ട് അത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് അതും കൂടെ ഞാൻ പറയാം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു സംഘടനാ രീതിയുണ്ട്. ഇപ്പം തുഫേൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്, ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അടുക്കും ചിട്ടയുണ്ട്. ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഇന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഇപ്പോൾ ഒരു മിനിറ്റ്സ് വരെയുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു കമ്മിറ്റി കൂടുകയാണെങ്കിൽ അതിന് മിനിറ്റ്സ് വരെ എഴുതി വെക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒരു സംഘടന പാഠവും വരുന്നത്. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ മന്ത്രിയാക്കിയതും അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു. അതാണ് ഈ പാർട്ടിക്കുള്ള ഒരു പ്രത്യേകത. കോൺഗ്രസിന് ഇല്ലാത്തതും അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സംഘടനാ വൈഭവത്തിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ചെയ്തു. എങ്കിലും നിറയെ തട്ടിപ്പുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കെതിരെ ഇവർ പോലും, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി, അവർ പോലും ഒരിക്കലും കരുതിയില്ല ഇവർ രണ്ടാമത് വരുമെന്നുള്ളത്. അപ്പൊ ഇനി ഇവരുടെ വാശിയാണ് മൂന്നാമതൊരിക്കൽ കൂടെ വരണം എന്നുള്ളത്. അപ്പൊ BJP മനസ്സിൽ കരുതുന്നത് മൂന്നാമതൊരിക്കൽ കൂടെ അവർ വരട്ടെ, വന്നു കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന രീതിയിൽ ബംഗാളിൽ പറ്റിയതുപോലെ വരട്ടെ. അതിനായിട്ട് അവർ സൈഡിൽ കൂടെ ഇങ്ങനെ പണി ഒപ്പിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് ഇവർ വിചാരിക്കുന്നത് മൂന്നാമതൊരിക്കൽ കൂടെ വന്നാൽ എനിക്കും എൻ്റെ പാർട്ടിയിൽ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒന്നുകൂടെ ഇരുന്ന് ആസനമൊക്കെ ഉറപ്പിച്ച് പുതിയ വേറെ കാറുകളാണെങ്കിൽ കോൺഗ്രസ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഇങ്ങനെയുള്ള കാറുകളിലൊക്കെ പോവാം, വേണമെങ്കിൽ 25 35 പിന്നെ പോലീസുകാരെ കൂടെ നിർത്താം എന്ന് ഞങ്ങൾക്ക് സൂഹിക്കണം. വീണ്ടും അടുത്ത ഒരു ടേമോടും ഞങ്ങൾക്ക് സൂഹിക്കണം. ഇനി പറഞ്ഞു അല്ല, BJPക്ക് ആണെങ്കിൽ അവരുടെ സ്ട്രാറ്റജി തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു ആശയം കൂടിയാണല്ലോ. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയം അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരെ പതുക്കെ കുഴിയിലോട്ട് കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവർ വിചാരിക്കുന്നത് അവര് ഈ പണ്ട് പറഞ്ഞല്ലോ, ഈ നക്കി അവസാനം വിഴുങ്ങുന്ന ഒരു സംഭവമുണ്ട്. ഭയങ്കര ഈ പൂച്ച ഇങ്ങനെ എലിയിട്ട് അടിച്ചിട്ട് അവസാനം എടുത്ത് ഒറ്റ വിഴുങ്ങലങ്ങ് വിഴുങ്ങും. അതേപോലെ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് BJP CPM-നെ. CPM വിചാരിക്കണം, നമുക്ക് ഒരിക്കൽ കൂടെ മന്ത്രി ആയാലും നമുക്ക് പഴയതുപോലെ ഒന്ന് സൂഹിക്കാം. കാര്യം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ഈ കുറേ പിന്നെ ഒച്ചമ്പറ്റികളുണ്ടല്ലോ ഒരാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ മൂന്നാമതൊരു ഭരണവും കൂടെ വേണമെന്ന് ഈ CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനം ഒരു വിഷയമല്ല, പ്രസ്ഥാനം തീർന്ന് തരിപ്പണമായിക്കോളും. അത് നമുക്ക് കാണാം. ഈ പാർട്ടിയോട് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തോട് കൂറുള്ള 1-2 പേരൊക്കെ അവിടെ ഇരുന്ന് പാക്രോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ അടുത്തൊരു പരിവേഷം അദ്ദേഹത്തിന് വരുന്നു. വിശുദ്ധൻ പിണറായി, നിങ്ങൾ കണ്ടോ ഇത്രയും നല്ല വിശുദ്ധനായ ഒരു മുഖ്യമന്ത്രി, അതും ഞങ്ങളുടെ പിണറായി, തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു, നമുക്ക് കാണാം. ഇതായിരിക്കും അവർ പറയുന്നത്. അത് ഞങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 3.0 പിണറായി എന്ന ചങ്കുറപ്പുള്ള ക്യാപ്റ്റൻ ജനനായകൻ. പിന്നെ വേറെ എന്തൊക്കെ അദ്ദേഹത്തിന്റെ ഉപമകള് ഇങ്ങനെ കുറെ സ്തുതിപാഠകന്മാർ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അതായത് ഇങ്ങനെയുള്ള പുകഴ്ത്തലുകൾ വീണ് അദ്ദേഹത്തിന് അടുത്ത വിശുദ്ധ പരിവേഷം കൊടുക്കാനായി പാർട്ടി ഇങ്ങനെ സ്റ്റഡി ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. പാർട്ടി അതിനുള്ള തയ്യാറെടുപ്പ് പാർട്ടി അതിന്റെ തയ്യാറെടുപ്പിലാണ്. നമുക്ക് കേൾക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ അത്രയും വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുകഴ്ത്തലിലേക്കുള്ള അദ്ദേഹത്തിന് എന്തൊക്കെ പുകഴ്ത്തണം എന്നുള്ളതിന് വേണ്ടി അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ വേദിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ തുടക്കത്തിൽ വന്നിരുന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ജനത്തിനറിയാം അദ്ദേഹം എന്താണെന്ന്. നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരിക്കാം.